ഇതിൻ്റെ പിന്നിലെ ഒരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ 2012 ഒരു ക്യാൻസറിന് അടിമപ്പെട്ട ഒരു രോഗിയായിരുന്നു. പക്ഷേ 3rd സ്റ്റേജ് ആയിരുന്നു. അതിൽ നിന്നൊക്കെ ഞാൻ രക്ഷപ്പെട്ട് വന്നു. അപ്പോഴും എനിക്ക് കൃഷിയുടെ കാര്യങ്ങളും മക്കൾ നോക്കുമായിരുന്നു. ചീരയൊക്കെ എൻ്റെ വായിലിങ്ങനെ നിർബന്ധമായിട്ട് തന്നത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും ഇതും ചെയ്യുന്നത്. ഡ്രമ്മിലാണ് നമ്മൾ ഈ പപ്പായ വെച്ചിരിക്കുന്നത്. ഇത് റെഡ് ലേഡി പപ്പായ എന്ന് പറയുന്നതാണ്. എല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്ലാറ്റിലാണ് താമസം, നമുക്ക് നിലവില്ല, നമുക്ക് സ്ഥലമില്ല എന്നൊക്കെയാണ്. പക്ഷേ ഇത് നോക്കൂ, ഇത് ആകെ കൂടി 2 ഇതിൽ ഇനിയും ഒരു ലെയർ വെക്കാം, ഇവിടെ ഒരു ലെയർ വെക്കാം. അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരു ലെയറിൽ ചീര, ഒരു ലെയറിൽ കൊത്തമല്ലി, ഒരു ലെയറിൽ ഈ പാലക്ക് ചീരയോ അങ്ങനെ ആകുമ്പോൾ നമുക്കത് സ്ഥലത്തിൻ്റെ ആ ഒരു കുറവ് നമുക്കത് വരുന്നില്ല അവിടെ. ഇന്ന് വിളവെടുത്ത ഐറ്റംസാണ് ഇത്. തക്കാളി, പച്ചത്തക്കാളി ഉണ്ട്, ഇത് ചെറുനാരങ്ങ, നല്ല വലിയ ഇത് നമുക്കൊരു ജ്യൂസ് ആണെന്നുണ്ടെങ്കിലും കുടിക്കാൻ പറ്റും. പിന്നെ ഒരു ക്യാബേജ്, പിന്നെ വെള്ളരിക്കയുണ്ട്, കുക്കുംബറുണ്ട്, പിന്നെ ചീരയുണ്ട്. ഓർഗാനിക് അല്ലേ നമുക്ക്, അപ്പോൾ അതിന് വില കൂടുതലാണ്. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ ഓർഗാനിക് എന്നൊക്കെ പറഞ്ഞു തരും, പക്ഷേ നമുക്കത് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ കുറച്ച് വെച്ചിരിക്കുന്ന സ്ഥലത്ത് തന്നെ നമുക്കത് കീടങ്ങളൊക്കെ വരുമ്പോൾ അവർ ഏക്കർ കണക്കിന് ചെയ്യുമ്പോൾ അവർക്കത് മരുന്നടിക്കാതെ വഴിയില്ല. അപ്പോൾ അത് കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതാവുമ്പോൾ നമുക്ക് ഫുള്ളി ഓർഗാനിക് നമുക്ക് വിശ്വസിച്ചിട്ട് നമുക്കെല്ലാം ചെയ്യാൻ പറ്റും. എനിക്ക് ഈ പൂക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ചെമ്പരത്തി ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ദിവസവും ഞാൻ പൂജ ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പൂക്കൾ ചെമ്പരത്തി ഉണ്ട്, പിന്നെ തെച്ചിയുണ്ട്, ശംഖുപുഷ്പമുണ്ട്. ചെമ്പരത്തിയിൽ കുറേ കളേഴ്സ് ഉണ്ട്. പിന്നെ ഈ കാശിത്തുമ്പ എന്ന് പറയുന്ന ഒരു വെള്ള കാശിത്തുമ്പയുണ്ട്, പിന്നെ ഓറഞ്ച് കളറുണ്ട്. ഞാൻ രാവിലെ 6 മണിക്ക് 6 മണിക്ക് ഒന്ന് വെളിച്ചം വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഒരു ഗ്ലാസ് കാപ്പിയും പേപ്പറും എടുത്തിട്ടാണ് ഇവിടെ വരാറ് രാവിലെ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഈ ചെടികളൊക്കെ ഒന്ന് ഫ്രഷായിട്ട് കാണുമ്പോൾ അതിൻ്റെ ഒരു എനർജി ആ ഫുൾ ഡേയിൽ എനിക്ക് കിട്ടും. ഞാൻ ഇവിടെ പാലക്കാട് ചെമ്പൈ മ്യൂസിക് കോളേജിൽ നിന്ന് ഗാനഭൂഷണം പാസ്സായി. ഞാൻ പ്രൈവറ്റായിട്ട് നിറയെ കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്. US ക്ലാസ് ഉണ്ട്, അബുദാബി ക്ലാസ് ഉണ്ട്, ഓൺലൈൻ ഉണ്ട്, ഓഫ്ലൈൻ ചെയ്യുന്നുണ്ട്. പിന്നെ വീണ വായിക്കും ഞാൻ. ഇപ്പോൾ ഒരു പ്രോഗ്രാമൊക്കെ ചെയ്യാറുണ്ട്. ക്ലാസ്സിന് കുറേ കുട്ടികൾ വരുന്നുണ്ട്. അപ്പോൾ അതെന്നെ മനസ്സിന് ഒരു ഇത് ചിലപ്പോൾ ഇവിടെ വെച്ചും ക്ലാസ് എടുക്കാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ചെടികൾക്ക് പാട്ട് കേൾക്കുന്നത് വളരെ ഇഷ്ടമല്ലേ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ എപ്പോഴും നീറ്റായിട്ടാണ് ഇടാറ്. ഞാൻ തന്നെയാണ് രാവിലെ വൈകിട്ടും അടിച്ച് വാരി ഇട്ടിട്ട്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് എടുക്കുമ്പോൾ പിള്ളേർക്കും ഭയങ്കര രസമാണ്. ഈ ചെറിയ പിള്ളേരൊക്കെ വരുമ്പോൾ അവർ ഈ ചെടിയൊക്കെ കാണുമ്പോൾ തന്നെ വളരെ അപ്പോൾ ഇവിടെ വെച്ചും ഇങ്ങനെ ക്ലാസ് എടുക്കാറുണ്ട്. ഞാൻ ഉമാ വേണുഗോപാൽ, പാലക്കാട് ജില്ലയിലെ കൽപ്പാത്തി എന്ന പൈതൃക ഗ്രാമത്തിൻ്റെ അടുത്ത് ഒരു അംബികാപുരം എന്ന് പറഞ്ഞൊരു ചെറിയൊരു ഗ്രാമമുണ്ട്. അവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ബോംബെയിലായിരുന്നു. എനിക്ക് ചെടിയോട് താല്പര്യം എന്ന് പറയുമ്പോൾ എനിക്ക് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. പക്ഷേ ബോംബെയിലൊന്നും അത്രയ്ക്കും സൗകര്യപ്പെട്ടില്ല. ഇവിടെ വന്നതിന് ശേഷം ഞാൻ അതുമുതലെല്ലാം പച്ചക്കറിയാണെന്നുണ്ടെങ്കിലും പൂച്ചെടികളാണെങ്കിലും എല്ലാം ചെയ്യാറുണ്ട്.